ഞാൻ അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ പാടും. ബെനഡിക്ട് 16 പാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ടെൻഡർ റൈംസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവവൃന്ദം മാലാഖമാരോടൊത്ത് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിന് നല്ലൊരു തുടക്കം കുറിക്കാം. ആദ്യമായി വേദിയിലെത്തുന്നു എബിൻ. എമിൻ എവിടെ നിന്നാ വരുന്നേ? പണിക്കൻകുടി, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്നു? 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് പഠിക്കുന്നുണ്ടല്ലേ? ആരാ പഠിപ്പിക്കുന്നേ? ഞങ്ങളുടെ അവിടെ ഒരു സാർ ആഷിജോ. സാറിൻ്റെ അടുത്ത് പോയി പഠിക്കൂ. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇല്ല, ഞായറാഴ്ചകളിലുണ്ടായിരുന്നു. പിന്നെ അത് നിന്നുപോയി. പിന്നെ ഇപ്പം സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിലും പഠിക്കുന്നുണ്ട്. മോക്ക് പാട്ടിൻ്റെ ഇത്രയും വലിയൊരു ടാലൻറ്റ് ദൈവം തന്നപ്പം ഈ കഴിവ് ഇടവകയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നത്? ഇടവകയിൽ എന്നെ ആദ്യമായിട്ട് കോർ ടീമിൽ ചേർത്തത് മാത്യു അരിപ്ലാക്കൽ അച്ഛനാണ്. ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്നു. അച്ഛനിപ്പോൾ പോയി. ഇപ്പം ഞങ്ങൾക്ക് പുതിയ അച്ഛനാണ്, ഫാദർ കുര്യാക്കോസ് ആറങ്ങാട്ട്. അച്ഛനൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ്. പിന്നെ അവിടെ സിസ്റ്റേഴ്സുണ്ട്, അവരും ഒത്തിരി സപ്പോർട്ടുണ്ട്. ലെസിറ്റ സിസ്റ്ററും അമല സിസ്റ്ററുമാണ് അവിടെ പാട്ടിൻ്റെ കെയർ ഓഫ്. പിന്നെ എൻ്റെ പേരൻസ് എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ്. എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ്, ഇടവക കാറ്റഗിസം ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് ഒത്തിരി സപ്പോർട്ടാണ്. ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവരും എവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലേ? ഇപ്പം ഭാവിയിൽ മികച്ച നല്ലൊരു ഗായികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. മഴവില്ലിന്റെ മനോഹാരിതയോടെ ഇനി കടന്നു വരുന്നത് ദിവ്യ. ഹായ് ദിവ്യ, എവിടെ നിന്നാ വരുന്നേ? നിങ്ങൾക്ക് മോളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പേടിക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നില്ല. മോക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? അമ്മയും ചേച്ചിയാണോ? അമ്മയും ചേച്ചിയും പാടുവോ? പള്ളിയിൽ നിന്ന് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ടോ? സമ്മാനമൊക്കെ കിട്ടിയിട്ടില്ലേ? അപ്പോൾ വികാരിച്ചനും കൊച്ചച്ഛനൊക്കെ എന്ത് പറയും? നന്നായിട്ട് പാടണം എന്ന് പറയും. ഇനി വലിയ വലിയ സ്റ്റേജിലേക്കൊക്കെ പോകണമെന്ന് പറയല്ലേ? ഇപ്പൊ ശാലം TV വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ? നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് പാടുകയല്ലേ? എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായിട്ട് പാടുക. ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ജസ്മിൻ. ജസ്മിനെ കണ്ടാൽ തന്നെ ഒരു വലിയ ഗായകന്റെ ലുക്കുണ്ട്. നന്നായിട്ട് പാടുമല്ലേ? പാട്ട് പഠിക്കുന്നുണ്ടോ? ഏതാ പഠിക്കുന്നേ? ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നേ? വിഷ്ണു നാരായണ നമ്പൂതിരി മാഷ്. എവിടെയാ? പെരുമ്പാവൂർ. എല്ലാ ദിവസവും ഉണ്ടോ? ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി പാട്ട് പഠിക്കും. വീട്ടിൽ ആരൊക്കെ പാടും? വീട്ടിൽ പപ്പ പാടും, പിന്നെ അമ്മ പാടും. അവരൊക്കെ നല്ല സപ്പോർട്ടാണോ? അതെ. മോന് ഏറ്റവും കൂടുതൽ മത്സരത്തിന് പോയിട്ടുള്ളത് ഏത് വേദിയിലാണ്? പള്ളികളിലും സ്കൂളുകളിലും രണ്ടിടത്തും ഒരുപോലെ പോകുന്നുണ്ട്. അപ്പം പള്ളിയിലെയും സ്കൂളിലെയും താരമാണ്. അതെ, പാട്ടിന്റെ ഒരു താരമായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. മാലാഖമാരുടെ സംഗീതങ്ങൾ പാടാൻ ഇനി കടന്നു വരുന്നത് എവ്ലിൻ. ഹായ് എവ്ലിൻ. ഹായ്. എവിടെ നിന്നാ വരുന്നേ? കരിമ്പൻ. മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ദേവിക ഫാത്തിമ. അവരൊക്കെ എന്താ പറഞ്ഞേ? ശാലം TVയിലിട്ട് വരുവാന്ന് പറഞ്ഞപ്പം നല്ലപോലെ പാടണം എന്ന് പറഞ്ഞു. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? ടെൻഷനൊന്നും ഇല്ല? നന്നായിട്ട് പാടാനാ വന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഈ പാട്ടിലൂടെ മോളുടെ നാടിനും വീടിനും ഒക്കെ മോളൊരു വലിയ ഗായികയെന്ന് തെളിയിച്ചു കൊടുക്കുമല്ലേ? അപ്പൊ അങ്ങനെ തന്നെ ആകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. നാല് കൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കടന്നു വരുന്നു എമിൻ. എമിൻ, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ഒരു നുള്ളു സ്നേഹം തരുമോ. ആരാ ഈ പാട്ട് പറഞ്ഞു തന്നേ? അമ്മയും സിസ്റ്റേഴ്സും പറഞ്ഞു തന്നു അല്ലേ? ഈ പാട്ട് എന്താ ഇഷ്ടപ്പെടാൻ കാരണം? അതിന്റെ വരികളാണ് മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതല്ലേ? നല്ല രീതിയിൽ പാട്ട് പഠിച്ചോ? കോൺഫിഡന്റ് ആണ്? ടെൻഷനൊന്നും ഇല്ല? നല്ല രീതിയിൽ പാട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തകർന്ന മനസ്സിന് സ്വാന്തനമായി യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്
ദിവ്യ ചൈതന്യത്തോടെ ഈ ഗാനം ആസ്വദിക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതം പോലെ തന്റെ സ്തുതിഗീതങ്ങളുമായി ഇനി കടന്നു വരുന്നത് ദിവ്യ. ദിവ്യ മോളെ, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ആരാ ഈ പാട്ട് പാടിയത്? സുജാത ചേച്ചി. സുജാത ചേച്ചി പോലെ സിനിമയിൽ പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ?
ഉണ്ടല്ലേ? പറ്റുമോ? പറ്റും. ഈശോ സഹായിച്ച എന്താ പറ്റു വരാത്തല്ലേ? അപ്പൊ ഭാവിയിൽ നല്ലൊരു ഗായികയാകണ്ടേ? ആകണം. ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നേ? അമ്മ പാടുവോ? പാടും. മോളുടെ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. നല്ല രീതിയിൽ പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. സ്നേഹത്തോടെ വിശ്വാസത്തോടെ ദിവ്യനാഥന്റെ മുമ്പിൽ ഈ ഗാനം സമർപ്പിക്കാം. ദൈവമഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തന്റെ സ്നേഹഗീതവുമായി ഇനി കടന്നു വരുന്നു ജസ്വിൻ.
ജസ്മിൻ ഏത് പാട്ടായിരുന്നു പാടുന്നേ? ഒരിക്കലും പിരിയാതെ. ഏത് ആൽബത്തിലെ ഗാനമായത്? ആത്മദാനമായി. ഈ ഗാനം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഈ ഗാനം പാടുമ്പോൾ എൻ്റെ മനസ്സിന് ഒരിക്കലും കിട്ടാത്തൊരു ആശ്വാസവും ശാന്തതയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ വലിയൊരു ദൈവാനുഗ്രഹമുള്ള മകനാണ്. അപ്പം നല്ല രീതിയിൽ പാട്ട് പാടാൻ ദൈവം സഹായിക്കട്ടെ. നന്നായിട്ട് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ആ സ്നേഹത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആത്മവിശ്വാസത്തോടെ നമുക്കും പാടി പ്രാർത്ഥിക്കാം. പിരിയാതെ അരികത്തു നിന്നിടും സ്നേഹിതന്നെ മാത്രം അറിയുന്നു ഞാൻ. സകലതും നൽകുവാൻ മടിക്കാത്ത സ്നേഹമായി മറ്റാരുമില്ലെന്ന് അറിയുന്നു ഞാൻ. ഒരിക്കലും പിരിയാതെ അരികത്തു നിന്നിടും സ്നേഹിതന്നെ അറിയുന്നു ഞാൻ. അർഹതയില്ലാത്ത അനുഗ്രഹം എത്ര നീ വ്യവസ്ഥകളില്ലാതെ എനിക്കു തന്നു. അർഹതയില്ലാത്ത അനുഗ്രഹം എത്ര നീ വ്യവസ്ഥകളില്ലാതെ എനിക്കു തന്നു. ചിന്തയിൽ പോലും നിനയ്ക്കാത്ത നന്മകൾ ജീവിത വഴികളിൽ നീ ചൊരിഞ്ഞു. ചിന്തയിൽ പോലും നിനയ്ക്കാത്ത നന്മകൾ ജീവിത വഴികളിൽ നീ ചൊരിഞ്ഞു. അറിയുന്നു ഞാൻ നാഥാ, അറിയുന്നു ഞാൻ. ഒരിക്കലും പിരിയാതെ അരികത്തു നിന്നിടും സ്നേഹിതന്നെ മാത്രം അറിയുന്നു ഞാൻ. നിന്നെ മറന്നെല്ലാം ദൂർത്തടിച്ചെങ്കിലും വാരിപ്പുണർന്നു നീ സ്നേഹപൂർവം. നിന്നെ മറന്നെല്ലാം ദൂർത്തടിച്ചെങ്കിലും വാരിപ്പുണർന്നു നീ സ്നേഹപൂർവം. തെറ്റുകളെന്നാതെ ശിക്ഷകളേകാതെ കരുണതൻ പാടിവാതിൽ തുറന്നു തന്നു. തെറ്റുകളെന്നാതെ ശിക്ഷകളേകാതെ കരുണതൻ പാടിവാതിൽ തുറന്നു തന്നു. അറിയുന്നു ഞാൻ നാഥാ, അറിയുന്നു ഒരിക്കലും തിരിയാതെ അരികത്തു നിന്നിടും സ്നേഹിതന്നെ മാത്രം അറിയുന്നു ഞാൻ. സകലതും നൽകുവാൻ മടിക്കാത്ത സ്നേഹമായി മറ്റാരുമില്ലെന്ന് അറിയുന്നു ഞാൻ. ഒരിക്കലും പിരിയാതെ അരികത്തു നിന്നിടും സ്നേഹിതന്നെ മാത്രം അറിയുന്നു ഞാൻ. സംഗീതത്തിന്റെ അനർഘ നിമിഷങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ
ഇതാ കടന്നു വരുന്നു എവ്ലിൻ. എവ്ലിൻ, ഏത് പാട്ടാ ഇന്ന് പാടുന്നേ? പ്രാർത്ഥനയ്ക്കുത്തരം. പ്രാർത്ഥനയോടെ എന്ന ആൽബത്തിൽ നിന്നാണല്ലേ ഈ ഗാനം? മോക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ആരാ? മാതാപിതാക്കളാണല്ലേ. ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നതാരാ? അമ്മയാണോ? നല്ല രീതിയിൽ പാട്ടൊക്കെ പഠിച്ചോ? കോൺഫിഡന്റ് അല്ലേ? ടെൻഷനൊന്നും കൂടാതെ നന്നായിട്ട് പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഈശോയുടെ ദിവ്യ സ്നേഹത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരീ, നീ മാത്രമാണ് നിത്യദൈവം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരീ, നീ മാത്രമാണ് നിത്യദൈവം. സ്നേഹവും നീ, ദൈവവും നീ, വഴിയും സത്യവും ജീവനും നീ. സ്നേഹവും നീ, ദൈവവും നീ, വഴിയും സത്യവും ജീവനും നീ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരീ, നീ മാത്രമാണ് നിത്യദൈവം. സകല ജാതിക്കും ദൈവമാവൻ, സകല പാപവും പൊറുക്കുന്നോൻ. സകല ജാതിക്കും ദൈവമാവൻ, സകല പാപവും പൊറുക്കുന്നോൻ. അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നു, അമ്മ മറന്നാലും മാറാത്തവൻ. അമ്മയെക്കാൾ എന്നെ സ്നേഹിക്കുന്നു, അമ്മ മറന്നാലും മാറാത്തവൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ മാത്രമാണ് എന്റെ നിത്യദൈവം. ദൈവഗണങ്ങളിൽ അത്യുന്നതൻ, നിന്നോട് തുല്യനായി ആരുമില്ല. ദൈവഗണങ്ങളിൽ അത്യുന്നതൻ, നിന്നോട് തുല്യനായി ആരുമില്ല. ആകാശത്തിൻ കീഴെ ഭൂമിക്കുമീതെ വേറൊരു നാമവും രക്ഷയ്ക്കില്ല. ആകാശത്തിൻ കീഴെ ഭൂമിക്കുമീതെ വേറൊരു നാമവും രക്ഷയ്ക്കില്ല. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ മാത്രമാണ് എന്റെ നിത്യദൈവം. സ്നേഹവും നീ, ദൈവവും നീ, വഴിയും സത്യവും ജീവനും നീ. സ്നേഹവും നീ, ദൈവവും നീ, വഴിയും സത്യവും ജീവനും നീ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നീ മാത്രമാണ് എന്റെ നിത്യദൈവം. നാല് കൊച്ചുകൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങളിലൂടെ ദൈവസ്നേഹം പെയ്തിറങ്ങി. കൂട്ടായി പ്രവർത്തിച്ചും കൂട്ടായി പ്രാർത്ഥിച്ചും ആ സ്നേഹത്തിന് മുന്നിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ടെൻഡർ റൈംസിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. വരും ആഴ്ചകളിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് എമിൽഡ ജോർജ് സൈനിങ് ഔട്ട്.